ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ നടത്തിയെടുത്ത ഒരു പോരാളിയുടെ കഥയാണിത്. നമുക്ക് കേൾക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു കൊച്ചുകുട്ടി ക്ലാസ്സിന് പുറത്ത് ഒരു ചാക്കിലിരുന്ന് പഠിക്കേണ്ടി വരുന്നു. ദാഹിച്ചാൽ സ്കൂൾ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല. ആരെങ്കിലും കോരിത്തരാൻ കാത്തുനിൽക്കണം. അതെ, ഈ കുട്ടിയാണ് പിന്നീട് ഭീംറാവു രാംജി അംബേദ്കറായി മാറിയത്. ആ കഥ കേൾക്കാം. അംബേദ്കറുടെ ജീവിതം മുഴുവൻ ജാതീയ വിവേചനത്തിനെതിരായ ഒരു പോരാട്ടമായിരുന്നു. പക്ഷേ ആ അനീതിയെ അദ്ദേഹം ഒരു ഊർജ്ജമാക്കി മാറ്റി. വിദേശത്ത് പോയി പഠിച്ച് ഉന്നത ബിരുദങ്ങൾ നേടി. ശരിക്കും ആ അറിവ് വെച്ച് അദ്ദേഹം ചെയ്തതെന്താണെന്ന് നോക്കാം. അതിലൊരു പ്രധാന സംഭവമാണ് മഹാത് സത്യാഗ്രഹം. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഒരു പൊതുകുളമുണ്ട്. മൃഗങ്ങൾക്ക് വരെ വെള്ളം കുടിക്കാം. പക്ഷേ ഒരു കൂട്ടം മനുഷ്യർക്ക് മാത്രം പറ്റില്ല. ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി അംബേദ്കർ ആ വെള്ളം കുടിച്ചു. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അതുപോലെ വിവേചനം ശരിവെക്കുന്ന മനുസ്മൃതി പോലുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം പരസ്യമായി കത്തിച്ചു. കാരണം അദ്ദേഹം പറഞ്ഞു, സമത്വമാണ് ഒരു നാടിന്റെ അടിത്തറ, അതില്ലാതെ പറ്റില്ല. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ രാജ്യത്തിനൊരു ഭരണഘടന വേണമല്ലോ. 1950 ആ ഭരണഘടന നിലവിൽ വന്നു. അതിന്റെ മുഖ്യശില്പി അംബേദ്കറായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന. തൊട്ടുകൂടായ്മ നിയമം കൊണ്ട് ഇല്ലാതാക്കി. അപ്പോ അതൊരു വെറും നിയമപുസ്തകമായിരുന്നില്ല, ഒരു സാമൂഹിക വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞതിതാണ്: കരുത്തോടെ ഇരിക്കുക, സിംഹങ്ങളെപ്പോലെ. അറിവ് നേടുക, അതുതന്നെയാണ് ഏറ്റവും വലിയ ആയുധം. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കെല്ലാം ഒരു പാഠമാണ്.